ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നല്ലൊരു അടിപൊളി സോയാബീൻ ഫ്രൈ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വന്നാലോ. സോയാബീൻ ഫ്രൈ റോസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് നമ്മുടെ സോയാബീൻ ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു കടായിലേക്ക് അല്പം വെള്ളം വെച്ചിട്ടുണ്ട്. 1 കപ്പ് അളവിൽ സോയാബീൻ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിന് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. 2 മിനിറ്റ് നല്ല പോലെ ഒന്ന് തിളച്ച് വരട്ടെ. ഇതിപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഇത്രയും തന്നെ മതി. വെള്ളം കംപ്ലീറ്റ് മാറ്റിയതിന് ശേഷം കൈ വെച്ച് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് വേറൊരു ബൗളിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. സോയാബീൻ്റെ വെള്ളം കംപ്ലീറ്റ് പിഴിഞ്ഞതിന് ശേഷം ഞാനിപ്പോൾ ഒരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇത് ഇത്രയും തന്നെ മതി കേട്ടോ. ഇനി ഇതിലേക്ക് 2 മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് മസാലയാണ് കേട്ടോ ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത്. ഫസ്റ്റ് ഇതിലേക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ്. പിന്നെ വേണ്ടത് 1/2 ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് പൊടിയാണ്. കൂടെ തന്നെ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലവർ പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. കോൺഫ്ലവർ പൊടി ഇല്ലെങ്കിൽ ഇതിലേക്ക് മൈദ ചേർത്ത് കൊടുത്താലും മതിയാവും കേട്ടോ. അതിനുശേഷം വീണ്ടും ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഈ കോൺഫ്ലവർ പൊടി ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ സോയാബീനിന് നല്ല ഒരു ക്രിസ്പ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്ക് ഇത് പെട്ടെന്ന് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അതിനുവേണ്ടി ഞാനൊരു കടായി നല്ല പോലെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് കേട്ടോ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഈ സോയാബീൻ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഒരു 2 മിനിറ്റ് മാത്രം ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. ലോ ഫ്ലെയിമിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിട്ട് കിട്ടും. ഇതിപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ സോയാബീൻ എല്ലാം സൂപ്പറായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് ഇത്രയും തന്നെ മതിയാവും. നമുക്ക് ഇത് ഒരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുത്ത് കഴിയുമ്പോഴത്തേക്കും ബാക്കി ഓയിലുണ്ടാവും. അതിൽ തന്നെയാണ് സോയാബീന് വേണ്ടിയുള്ള മസാലയും നമ്മൾ തയ്യാറാക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചിയും ഒരു 3 വലിയ വെളുത്തുള്ളിയും ചെറുതായി നീളത്തിൽ അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ അതും ചേർത്ത് കൊടുക്കുകയാണ്. അത് നന്നായി വഴറ്റിയതിന് ശേഷം 1/2 ടീസ്പൂൺ നല്ല ജീരകവും ചേർത്ത് കൊടുക്കുകയാണ്, അതായത് ചെറിയ ജീരകം. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസിലുള്ള സവാള നീളത്തിൽ അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം കേട്ടോ. സവാള നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. സവാള നല്ല പോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം വീണ്ടും നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ സവാളയുടെ കളറൊക്കെ മാറി ചെറുതായിട്ട് ഗോൾഡൻ കളറൊക്കെ വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് ഇതിലേക്ക് 2 ചെറിയ തക്കാളി നീളത്തിൽ അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഈ രീതിയിൽ തന്നെ അരിഞ്ഞ് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി ഇത് നല്ല പോലെ ഒന്ന് വെന്ത് വരുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം കേട്ടോ. ഇവിടെ ഇപ്പോൾ നമ്മുടെ തക്കാളി നല്ല പോലെ വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർക്കാനുണ്ട്. ഞാനിതിലേക്ക് ചേർക്കുന്നത് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് കൂട്ടിയും കുറച്ചും കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കാം കേട്ടോ. മസാലയുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇതിലേക്ക് പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർക്കുന്നില്ല കേട്ടോ. മസാലയുടെ പച്ചമണം നല്ല പോലെ ഒന്ന് മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിലോട്ട് ഫ്രൈ ചെയ്ത് വെച്ച സോയാബീൻ ചേർത്ത് കൊടുക്കാം കേട്ടോ. സോയാബീൻ ചേർത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് ചൂടാക്കിയെടുക്കണം. ഏകദേശം ഒരു 2 മിനിറ്റോളം ഇതേപോലെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. ഇവിടെ ഇപ്പോൾ നമ്മുടെ സോയാബീനും മസാലയും നല്ല പോലെ വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ
ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. എൻ്റെ അടുത്ത് കുറച്ച് ടൊമാറ്റോ സോസ് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇത്രയും ചേർത്തത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി നല്ലപോലെ വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ എരിവും പുളിവും എല്ലാം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാര ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാവേ. ഇനി ഇതിലേക്ക് 3 പച്ചമുളക് മുറിക്കാണ്ട് അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് മല്ലിയില ഇല്ലാത്തതുകൊണ്ട് ഒരു ഗാർണിഷിങ്ങിന് വേണ്ടി ചെയ്ത് കൊടുക്കുന്നതാണ്. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. 2 മിനിറ്റോളമൊക്കെ ഇങ്ങനെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇവിടെ ഇപ്പോൾ നമ്മുടെ സോയാബീൻ റോസ്റ്റ് ഇവിടെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ സോയാബീൻ ഫ്രൈ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇത് ഇഷ്ടമുള്ള ഫുഡിൻ്റെ കൂടെ സൈഡായിട്ട് കഴിക്കാം കേട്ടോ. രാവിലത്തെ ഫുഡിൻ്റെ കൂടെയോ ഉച്ചക്കത്തെ ഫുഡിൻ്റെ കൂടെയോ രാത്രിത്തെ ഫുഡിൻ്റെ കൂടെയോ ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ് ഈ സോയാബീൻ ഫ്രൈ റോസ്റ്റ്. അപ്പോൾ ഉറപ്പായിട്ടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടമാവും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. കൂടെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് കൊടുക്കണേ.